ഫോട്ടോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പോലെ, ഫോട്ടോ ഇങ്ങനെ അടിച്ച് അമർത്തുന്നത് പോലെ, ഫോട്ടോ ഇങ്ങനെ ഉരുകി ഒലിക്കുന്നത് പോലെ, ഫോട്ടോ ഇങ്ങനെ കേക്കായി കട്ട് ചെയ്യുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് എങ്ങനെയെന്നല്ലേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. പിക്ക ആർട്ട് എന്നാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ പിക്ക ആർട്ടിൻ്റെ ഈ ഒരു സൈറ്റ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കാണിക്കും. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഏതെങ്കിലും ഒന്ന് വെച്ച് സൈൻ ഇൻ ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് മെയിൽ ഐ ഡി എനിക്കുണ്ട്. അതിലൊരു മെയിൽ ഐ ഡി ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ്. ഓക്കെ, സെലക്ട് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് ചോദിക്കും, അല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ ലോഗിൻ ആകും. ഇവിടെ പേയ്മെൻ്റ് ഒക്കെ ചോദിക്കും. നിങ്ങൾ താഴെ സ്കിപ്പ് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ മുകളിൽ ഇൻഡോ മാർക്ക് കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ താഴെ 3-4 ഐക്കൺ ഉണ്ടല്ലോ, അതിൽ രണ്ടാമത്തെ ഐക്കൺ ഉണ്ടല്ലോ, അതാ ഈ ഒരു ഐക്കൺ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ്, അതായത് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി ഇങ്ങനെ ചെറുതാക്കുന്ന ആ ഒരു ടെംപ്ലേറ്റ് ഞാൻ തിരഞ്ഞെടുത്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പേര്. ഇവിടെ നമുക്ക് ആദ്യത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗാലറി ഓപ്പൺ ആകും. ഏതാണ് നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സെലക്ട് ചെയ്ത ഫോട്ടോ അവിടെ ഉണ്ട്. ഇവിടെ ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അതായത് ഇവിടെ ഒരു സ്റ്റാർ പോലത്തെ ഒരു ഐക്കൺ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇത് ജനറേറ്റ് ആയിട്ട് വരും. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതാ ജനറേറ്റ് ആകുന്ന പ്രോഗ്രസ്. ഇവിടെ നമ്മൾ അത് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഇതാ ഇവിടെ ജനറേറ്റ് ആകുന്ന പ്രോഗ്രസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് ഇത് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഞാനിപ്പോൾ സ്പീഡ് ആക്കുകയാണ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാ ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നെ പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കൈകൊണ്ട് ഇങ്ങനെ അമർത്തി ചെറുതാക്കുന്ന ആ ഒരു രൂപത്തിൽ. ഓക്കെ, ഇനി നമുക്കിത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ ഇവിടെ തന്നെ ഒരു ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അത് ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാകും. ഗാലറി നമുക്ക് തുറന്നു നോക്കാം. ഇവിടെ വീഡിയോ എന്ന സെക്ഷനിൽ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ കൈകൊണ്ട് ഇങ്ങനെ ആ ഒരു ഫോട്ടോ അടിച്ച് ചെറുതാക്കുന്ന, അമർത്തി ചെറുതാക്കുന്ന രൂപത്തിലുള്ളത്. ഞാൻ ഇതുപോലെ ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇവിടെ മറ്റൊരു രൂപത്തിൽ ഇതാ ഇതിങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ ആ ഒരു ഫോട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന് നമുക്കിവിടെ നോക്കാം. ഇതാ ഇവിടെ വേറൊരു ഫോട്ടോ, ഇത് അടിച്ച് അമർത്തുന്നത് പോലെ. ഓക്കെ, ഇതിനൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ, ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. ഇവിടെ മറ്റൊരു ഫോട്ടോ, ഇതാ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പോലെയുള്ള ഒരു ഫോട്ടോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെ നല്ല സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഫോട്ടോയും ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രൂപത്തിൽ ഇത് ഓടുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒരു ദിവസം ഒരു ഫോട്ടോ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ ഫോട്ടോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി നിങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഓരോ മെയിൽ ഐ ഡിയിലും ഓരോ ഫോട്ടോ എഡിറ്റ് ചെയ്യാലോ. അപ്പോൾ കൂടുതൽ മെയിൽ ഐ ഡി ഉള്ളവർക്ക് കൂടുതൽ ഫോട്ടോ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.